ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഹോം മെയ്ഡായിട്ട് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കിയെടുത്താലോ. നമ്മൾ റൂട്ടിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതുപോലെ കൂവ മേടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 5 കിലോ കൂവ കേട്ടോ ഞാൻ മേടിച്ചെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം താഴ്ഭാഗമൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ മിക്സിയിൽ അരക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ കട്ടിംഗ് ബോർഡിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല, അത്ര കോലം കെട്ടും കൊണ്ടായിരിക്കണേ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഫുള്ള് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒരു വലിയ പാത്രം എടുക്കുക. എന്നിട്ട് അതിലൊരു അരപ്പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ കനമില്ലാത്തൊരു ഷാളുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല മുറുക്കി കെട്ടിക്കൊടുക്കണം. ലാസ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കണം കേട്ടോ. നമ്മുടെ ഈ തുണി ഇതുപോലെയാണ് കെട്ടിക്കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായി കെട്ടിക്കൊടുക്കുക കേട്ടോ. അത് അഴിഞ്ഞു പോകാത്ത തരത്തിൽ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇത് എടുത്തിട്ട് ഒരു 1/4 ഭാഗത്തോളം മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കില്ല, പൊടിച്ചെടുക്കില്ല, മിക്സിഡ് ജാറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിന് അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടിപ്പോയാൽ അരഞ്ഞ് കിട്ടില്ല എന്നൊന്നും പേടിക്കേണ്ട. അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. അതായത് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ 2 പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് എടുത്തത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കലക്കിയെടുക്കണം. ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൈ വെച്ചിട്ട്. അപ്പോഴാണ് നമ്മളിതിലുള്ള പൊടി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും, വെറും ചണ്ടിയായി വരും കേട്ടോ. അപ്പോൾ 2 കൈ വെച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളി. എന്നാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഒന്ന് നമ്മൾ തിരുമ്മി കൊടുത്താൽ മതി. നമ്മൾ വേസ്റ്റായി പോകാണ്ടിരിക്കാൻ ഫുള്ള് പൊടി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത്. എന്നിട്ട് നന്നായി തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ട് അപ്പോൾ അത് നമ്മൾ വെറും ചണ്ടി മാത്രമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് ചണ്ടി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ചണ്ടി കളയണ്ട കേട്ടോ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഇതുപോലെ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ ചണ്ടി ഒന്നും കൂടി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ വാരി എടുത്തിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വാരി എടുക്കാൻ കിട്ടണില്ലെങ്കിൽ ഒരു അരിപ്പ എടുത്തിട്ട് ഒന്ന് കോരി എടുത്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതൊരു വിധം ചണ്ടി ആയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി ഇതിലുണ്ടാവും. അതൊന്നും കൂടി നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, 2 പ്രാവശ്യം ഞാൻ ചെയ്തെടുത്തിട്ട് വെറും ചണ്ടി ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ഇതുപോലെ ചണ്ടിയായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒട്ടും തന്നെ പൊടിയില്ല. ഇപ്പോൾ നമ്മൾ ഈ വെള്ളം ഊറാനായിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. വെച്ചതിൻ്റെ ശേഷം ഇപ്പം ഞാൻ വൈകിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി കടക്കുമ്പോൾ ഞാനത് വെള്ളം ഊറ്റി കളഞ്ഞു കേട്ടോ. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നന്നായി ഊറാൻ വെച്ചതിൻ്റെ ശേഷം ഞാനപ്പോൾ കോരി എടുത്തു കേട്ടോ. ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കാൻ. അപ്പോഴാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ തുണി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇത് കോരി എടുക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായി ഊറ്റിയെടുത്തതാണ് കേട്ടോ. കലങ്ങാണ്ട് ഇളക്കാണ്ട് നമ്മൾ ഊറ്റിയെടുക്കണം. അപ്പോൾ ഊറ്റിയെടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഇത് കട്ടായിപ്പോയി. എന്നിട്ട് നമ്മൾ ഈ പൊടി സ്പൂൺ വെച്ചിട്ട് എടുത്തിട്ട് ഇതേപോലെ ഫുള്ള് ഞാനിതാ ഈ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് കിഴി കെട്ടിന പോലെ കിഴി കെട്ടി വെക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കിഴി കെട്ടിയെടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കെട്ടി തൂക്കി വെക്കാം. എന്നിട്ട് കെട്ടി തൂക്കി വെച്ചിട്ട് അടിയിൽ നമുക്കൊരു പാത്രം വെച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒറ്റുന്ന വെള്ളം നമുക്ക് ആ വെള്ളം കളയണ്ട കേട്ടോ. അത് നമുക്ക് അപ്പളെ കൂവപ്പൊടി വിരകി എടുക്കാം കേട്ടോ. കളയണ്ട. ഇതുപോലെ ഇങ്ങനെ ഒറ്റി വരും. രാവിലെ വരെ നമുക്കിതിങ്ങനെ കെട്ടി തൂക്കി എടുത്തു വെക്കാം. എന്നിട്ട് രാവിലെ നമുക്ക് ഇത് നോക്കാം കേട്ടോ. അതേപോലെ നമ്മൾ ബാക്കി വന്ന ചണ്ടി ഉണ്ടല്ലോ അത് ഒന്നുകൂടി അരച്ചെടുത്തിട്ട് അതേപോലെ വെള്ളത്തിൽ ഞാൻ ഊറ്റിയെടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് കിഴിയിൽ നിന്ന് നമ്മളിതൊരു വലിയൊരു പാത്രത്തിലേക്ക് കൊട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് കട്ടകളായിട്ടാണ് ഇരിക്കുന്നത്. കൈ കൊണ്ട് ചെറുതായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക.
ഇതൊന്ന് ഉടച്ചെടുത്തിട്ട് ഇതൊന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിത് 2-3 ദിവസം ഒന്ന് വെയിൽ കൊള്ളിച്ചെടുക്കണം. അപ്പോൾ ഒരു ദിവസം വെയിൽ കൊണ്ടതിന് ശേഷം നമുക്കിതൊന്ന് ഗ്ലാസ് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായി പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല, നമ്മൾ വെള്ളത്തിലിട്ടാൽ കലങ്ങി വരും. അപ്പോൾ കൂവപ്പൊടിയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് അതിൽ മൈദയും കണ്ണി കണ്ടതൊക്കെ കൂട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൂവയുടെ കാലമാകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഒട്ടും തന്നെ കേടായി പോവില്ല, നമുക്ക് കാലങ്ങളോളം സൂക്ഷിച്ചു വെക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരിക്കലും ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു ദിവസം വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് അളന്ന് നോക്കിയപ്പോൾ 1 കിലോനോളം ഉണ്ട്. 1 കിലോയിലും കൂടുതലുണ്ട് കേട്ടോ. ഇത് 4 ഗ്ലാസ്സാണ്, ഇതിന് 4 ഗ്ലാസ്സിൽ കൂടുതലുണ്ട് കേട്ടോ നമ്മുടെ പൊടി. അപ്പോൾ ഇതുപോലെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് 2 ദിവസം കൂടി നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. എന്നിട്ട് നമുക്കിത് എന്തെങ്കിലും ഒരു ഭരണിയിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും, എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.